നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും സോഷ്യൽ മീഡിയയ്ക്ക് വിമർശിക്കാൻ ഇട്ടുകൊടുത്തിരിക്കുകയാണ് CPM നേതാവും മുൻ മന്ത്രിയുമായ സി ദിവാകരൻ. സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിലുള്ള വിമർശനത്തിന് പാത്രമാകുന്ന തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ സി ദിവാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എ ക്ലാസ് മീൻ പ്രണയത്തെക്കുറിച്ചുള്ള പരാമർശമാണ്, സി ദിവാകരൻ നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. വില കൂടിയ മീനുകളാണ് പിണറായിക്ക് ഇഷ്ടമെന്നും ചൂരമീനായതിനാൽ CPM നേതാവ് ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ പിണറായി വിജയൻ മടങ്ങിയെന്നുമാണ് ഒരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ മുൻ മന്ത്രി കൂടിയായിരുന്ന സി ദിവാകരൻ പറഞ്ഞത്. പക്ഷേ താനത് വളരെ ലഘുവായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇത് വലിയ രീതിയിൽ വിവാദമാക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിനോടകം തന്നെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. സി ദിവാകരന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: തിരഞ്ഞെടുപ്പിന് മുൻപുള്ള LDF ജാഥ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ എവിടെയാണ് ഭക്ഷണമെന്ന് പിണറായി വിജയൻ ചോദിച്ചു. ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിലാണെന്ന് പറഞ്ഞത് പുള്ളിക്ക് തീരെ ഇഷ്ടമായില്ല. കാരണം ആനത്തലവട്ടം ആനന്ദനും VS-ഉമായി നല്ല ബന്ധമാണ്. പിണറായി VS-ന്റെ ശത്രുവായിരിക്കുന്ന സമയവും വേറെ ആരെയും കിട്ടിയില്ല എന്നായി പിണറായിയുടെ ചോദ്യം. മീൻ കൊണ്ടുവച്ചപ്പോൾ പിണറായി വിരൽ കൊണ്ട് അമർത്തി. ഇതെന്തു മീനാണെന്ന് ചോദിച്ചു. ചൂരയാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ AKG സെന്ററിൽ കാണുമെന്നും ദിവാകരൻ പോകുമ്പോൾ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ പിണറായി അവിടെ നിന്ന് ഇറങ്ങി. M സത്യനേശനാണ് അന്ന് ജില്ലാ സെക്രട്ടറി. ഉണ്ണാതെ പോയപ്പോൾ ഇതിന്റെ പേരിൽ നടപടിയെടുക്കുമോ എന്ന് എന്നോട് ചോദിച്ചു. പിറ്റേന്ന് രാവിലെ പാളയം മാർക്കറ്റിൽ പോയി വലിയ നെയ്മീൻ വാങ്ങി പാറശാലയിൽ കൊണ്ടുപോയി കറി വെച്ച് അവിടെ പിണറായി വരുമ്പോൾ കൊടുക്കാൻ ഞാൻ പറഞ്ഞു. സത്യനേശൻ പുലർച്ചെ 5-ന് പാളയം മാർക്കറ്റിൽ വന്ന് മീൻ വാങ്ങിക്കൊണ്ടുപോയി കറി വെച്ച് കൊടുത്തു. പിണറായിക്ക് സന്തോഷമായി. അതിനുശേഷമാണ് സത്യനേശൻ ഉറങ്ങിയത്. ഈ പരാമർശമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അടക്കം. CPM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ പിണറായി വിജയൻ തനിക്ക് ഇഷ്ടപ്പെട്ട മീൻ കിട്ടാത്തതിനാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയെന്ന ദിവാകരന്റെ വെളിപ്പെടുത്തൽ വലിയ രീതിയിൽ വിവാദമാകുന്നു. മാത്രമല്ല, ഇതിന് മറുപടിയുമായി ആനത്തലവട്ടം ആനന്ദന്റെ മകനും അതുപോലെ തന്നെ മന്ത്രി V ശിവൻകുട്ടിയും രംഗത്തെത്തിയിട്ടുണ്ട്. കോളേജ് പഠനകാലത്ത് അമ്മ തന്ന ചെറിയ റൊട്ടി കഴിച്ചാണ് വിശപ്പടക്കിയിരുന്നതെന്ന് KDISC സംഘടിപ്പിച്ച യങ് ഇന്നോവേറ്റേഴ്സ് മീറ്റിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മുൻപ് സി ദിവാകരൻ പിണറായിയെക്കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലും കൂടി കോർത്തു വെച്ച് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ആനത്തലവട്ടം ആനന്ദന്റെ മകൻ ജീവ ആനന്ദ് നൽകിയ വിശദീകരണം നോക്കാം. പിണറായി വിജയൻ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചിട്ടാണ് പോയതെന്നും മറിച്ചുള്ള പ്രചാരണം ശരിയല്ലെന്നും വിശദീകരിച്ച് ജീവ ആനന്ദ് രംഗത്തെത്തി. എന്നാൽ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് സി ദിവാകരന്റെ പ്രതികരണം. പറഞ്ഞതൊന്നും താൻ നിഷേധിക്കുന്നില്ല. അന്ന് പിണറായിയുടെ കൂടെ ജാഥയുടെ വൈസ് ക്യാപ്റ്റനായി രാവും പകലും താൻ ഉണ്ടായിരുന്നു. എന്റെ വെളിപ്പെടുത്തൽ കൗതുകമായി കണ്ടാൽ മതി, വിവാദമാക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു സി ദിവാകരന്റെ പ്രതികരണം. എന്നാൽ അഭിപ്രായം പുസ്തകത്തിന് എരിവും പുളവും കൂട്ടുന്നതിന്റെ ഭാഗമാണ് എന്നായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. വിഷയം ചർച്ചയായതോടെയാണ് മന്ത്രി V ശിവൻകുട്ടി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ചില ആളുകൾക്ക് ചില മീനുകളായിരിക്കും ഇഷ്ടം. അതിന് A ക്ലാസ് B ക്ലാസ് മീൻ എന്നൊന്നുമില്ല. ദിവാകരന്റെ പ്രതികരണം ഓർമ്മക്കുറവ് കൊണ്ടായിരിക്കാം. ബുക്കാകുമ്പോൾ എരിവും പുളിയും ഒക്കെ വേണ്ടേ എന്നും V ശിവൻകുട്ടി ചോദിച്ചു. പങ്കുവച്ചത് തന്റെ അനുഭവമാണെന്നും അത് വിവാദമാക്കേണ്ടെന്നും ദിവാകരനും പ്രതികരിച്ചു. നേതാക്കളും മന്ത്രിമാരും മറ്റുദ്യോഗസ്ഥരുമെല്ലാം പലപ്പോഴും വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും ജീവ ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരാളുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. വലിച്ചുവാരി ഭക്ഷണം കഴിക്കുന്നയാളല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും V ശിവൻകുട്ടിയുടെ വിശദീകരണം. പിണറായി വിജയൻ ഭക്ഷണപ്രിയനാണ്, മീൻ ഭയങ്കര ഇഷ്ടമാണ്, A ക്ലാസ് മീനുകളാണ് ഇഷ്ടം എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് ദിവാകരൻ നടത്തിയത്. അങ്ങനെ സാധാരണ മീനൊന്നും പോലൊന്നും A ക്ലാസ് മീൻ അങ്ങനെയൊന്നും ഇല്ല എന്നായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. അതേസമയം മുഖ്യമന്ത്രിയുടെ ഭക്ഷണപ്രിയം വെളിപ്പെടുത്താനാണ് സി ദിവാകരൻ അഭിമുഖത്തിലൂടെ ശ്രമിച്ചതെങ്കിലും ആനത്തലവട്ടം ആനന്ദനെ പോലെയുള്ള ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ വീട്ടിൽ നിന്ന് ഇഷ്ടപ്പെട്ട മീൻ ഇല്ലാത്തതിനാൽ ഭക്ഷണം കഴിക്കാതെ മടങ്ങിയ പിണറായി വിജയൻ നടപടിയുടെ ശരി തെറ്റുകൾ സമൂഹ മാധ്യമത്തിൽ ചർച്ചയാകുന്നുണ്ട്. A ക്ലാസ് B ക്ലാസ് മീൻ എന്നൊന്നുമില്ല. ഈ സമയത്ത് ഈ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ലാളിത്യം കൂടി ചർച്ചയാക്കുകയാണ് സോഷ്യൽ മീഡിയ. ആഡംബരങ്ങളില്ലാതെ ജനക്കൂട്ടത്തിന് നടുവിൽ നിന്ന് പേപ്പർ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പഴയ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെച്ചുകൊണ്ടാണ് പിണറായി വിജയനെതിരെ വിമർശകർ രംഗത്തെത്തിയിരിക്കുന്നത്. നെയ്മീൻ ഇല്ലാത്തതിന്റെ പേരിൽ പിണറായി വാശി പിടിക്കുമ്പോൾ കിട്ടിയത് കഴിച്ച് ജനങ്ങൾക്കിടയിൽ അലിഞ്ഞു ചേർന്ന ഉമ്മൻചാണ്ടിയാണ് യഥാർത്ഥ ജനകീയ ചക്രവർത്തി എന്നാണ് സൈബർ ലോകത്തെ സംസാരം. ചക്രവർത്തി വേഴ്സസ് ജനകീയ
എന്ന തരത്തിലുള്ള താരതമ്യങ്ങൾ മിനിറ്റുകൾക്കകം വൈറലായി മാറി. തിരഞ്ഞെടുപ്പ് കാലത്തെ ഈ വെളിപ്പെടുത്തൽ ഭരണപക്ഷത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ഒരൊറ്റ വെളിപ്പെടുത്തൽ പോലും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആഘോഷമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വത്തെയും ജീവിതശൈലിയെയും കുറിച്ചുള്ള ചർച്ചകൾ രാഷ്ട്രീയത്തിനപ്പുറം പൊതുജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി കഴിഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള പൊളിച്ചെഴുത്തുകൾ അനിവാര്യമാണെന്ന് സി ദിവാകരൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എല്ലാ പാർട്ടിയും ജനങ്ങളിൽ നിന്ന് അകന്നുവെന്നും പണത്തിനു വേണ്ടി രാഷ്ട്രീയം വിൽക്കുന്നവരാവരുത് നേതാക്കളെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ജാതി രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോഴും തിരഞ്ഞെടുപ്പിൽ അത് പ്രകടമായി അനുഭവിച്ച വ്യക്തിയാണ് താനെന്നും സി ദിവാകരൻ പറഞ്ഞിരിക്കുന്നു. അതിനിടയിലാണ് ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഭക്ഷണപ്രിയത്തെക്കുറിച്ച് കൂടി പറഞ്ഞതും അത് വലിയ രീതിയിൽ വിവാദമായത്. ഇതാദ്യമായിട്ടല്ല സി ദിവാകരൻ ഇത്തരത്തിൽ നോൺ വെജ് വിവാദങ്ങളിൽ പെടുന്നത്. ഭക്ഷ്യമന്ത്രിയായിരിക്കെ വിലക്കയറ്റം മറികടക്കാൻ പറഞ്ഞ ടിപ്സ് ഉണ്ടാക്കിയ ചീത്തപ്പേര് മാറും മുൻപാണ് ഇപ്പോൾ ഈ ചൂരമീൻ വിവാദം കൂടി വന്നിരിക്കുന്നത്. 2007 ഡിസംബർ VS സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത്. ഭക്ഷ്യവും സിവിൽ സപ്ലൈസും ഭരിക്കുന്നത് സി ദിവാകരൻ. കേരളത്തിൽ വലിയ രീതിയിലുള്ള വിലക്കയറ്റം രൂക്ഷം, അരിവില ഉൾപ്പെടെ കുതിക്കുന്ന സാഹചര്യം. തൃശ്ശൂരിൽ മൃഗസംരക്ഷണ മേളയുടെ ഉദ്ഘാടനത്തിനെത്തിയ ഭക്ഷ്യമന്ത്രി വിലക്കയറ്റം നേരിടാനുള്ള മാർഗം കണ്ടെത്തി അവതരിപ്പിച്ചു. വില കൂടിയ അരി ഉപേക്ഷിക്കൂ, പകരം പാലും മുട്ടയും കഴിക്കൂ, മുട്ടയിടുന്ന കോഴിയെ ഇടയ്ക്ക് ചാപ്സ് ആക്കൂ. വിലക്കയറ്റത്തെ ഈ രീതിയിൽ തടയുന്ന കിനാശ്ശേരിയായിരുന്നു ദിവാകരൻ മന്ത്രി സ്വപ്നം കണ്ടത്. CPIയുടെ അടുത്ത ദിവസം നടന്ന യോഗത്തിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി വെളിയം ഭാർഗവൻ സി ദിവാകരനെ ഈ കാര്യത്തിൽ വലിയ രീതിയിൽ വിമർശിച്ചു. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷം മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അന്ന് ഈ വിഷയത്തിൽ ഉയർത്തിയത്. എന്തായാലും അത് കഴിഞ്ഞ് 19 വർഷം കഴിഞ്ഞു. മുട്ട, പാല്, അതിന് പിന്നാലെ ഇപ്പോൾ ചൂരമീനും കൂടി സി ദിവാകരന്റെ വിവാദ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തോട് പ്രതികരിക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.